ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് മൈക്രോബയോളജി? സോ മൈക്രോബയോളജി ഈസ് ഓഫൺ ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് ഓർഗാനിസംസ് ആൻഡ് ഏജൻസ് ദാറ്റ് ആർ ടു സ്മോൾ ടു ബി സീൻ ക്ലിയർലി ബൈ ദ അൺഎയ്ഡഡ് ഐ. ദാറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. Because objects less than about 1 millimeter in diameter cannot be seen clearly and must be examined with a microscope. അതായത് നോർമലി നമ്മുടെ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് നമുക്ക് നോർമൽ ഐ വെച്ച് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യണം. ദെൻ നമ്മൾ മൈക്രോബയോളജിയിൽ മെയിൻ ആയിട്ട് ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഏജന്റ്സ് എന്തൊക്കെയാണ്? വൈറസസ്, ബാക്ടീരിയ, ഫംഗൈ ആൻഡ് പ്രോട്ടോസോവൻസ്. സോ അതിൽ നമുക്ക് നോർമലി നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് മൈക്രോസ്കോപ്സ് ഇല്ലാതെ കാണാൻ പറ്റില്ല. ബട്ട് സം ഏജന്റ്സ് എസ്പെഷ്യലി ഫ്രം ഫംഗൽ ഗ്രൂപ്പ്, നമ്മൾ ബ്രെഡ് മോൾഡ് എന്ന് പറയുന്ന ഫംഗസിനെ കണ്ടിട്ടുണ്ടായിരിക്കും. ബ്രെഡിന്റെ മുകളിൽ നമുക്ക് ഫംഗസിനെ ഹ്യൂമൺ ആയി വെച്ചിട്ട് തന്നെ കാണാൻ പറ്റും. അതേപോലെ ചില ബാക്ടീരിയൽ സ്പീഷീസും നമുക്ക് മൈക്രോസ്കോപ്സ് ഇല്ലാതെ കാണാൻ പറ്റും. തയോമർഗാരിറ്റ എന്ന് പറഞ്ഞൊരു സ്പീഷീസ്, അതേപോലെ എപ്പിലോപീഷിയം എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസും നമുക്ക് ഹ്യൂമൺ ആയി വെച്ചിട്ട് ഡിറ്റക്റ്റബിൾ ആണ്. ദെൻ എന്താണ് മെഡിക്കൽ മൈക്രോബയോളജി? So medical microbiology is the study of microorganisms that inhabit humans and the diseases they cause and their diagnosis and treatment. So നമ്മൾ മെഡിക്കൽ മൈക്രോബയോളജി എസ്പെഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യാൻ കാരണം നോർമലി മൈക്രോബയോളജി എന്ന ടോപ്പിക് നമുക്ക് പല ഏരിയാസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഫുഡ് മൈക്രോബയോളജി ഉണ്ട്, അഗ്രികൾച്ചറൽ മൈക്രോബയോളജി ഉണ്ട് ആൻഡ് മെഡിക്കൽ മൈക്രോബയോളജി. നമുക്ക് നമ്മളെ ഹ്യൂമൻ ഡിസീസുമായിട്ട് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യുന്നത്. Discovery of microorganisms. So even before microorganisms were seen, some investigators suspected their existence and responsibility for the disease. So normally നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഡിസ്കവർ ചെയ്യുന്നതിന് മുന്നേ പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ദ ഡിസീസ് വാസ് കോസ്ഡ് ബൈ സം സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. അതായത് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത് പണ്ട് എന്താ പറയുക സൂപ്പർ നാച്ചുറൽ പവേഴ്സ്, അതായത് പ്രേതങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കോസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആദ്യം അതുണ്ടായിരുന്നത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്സിന്റെ ഡിസ്കവറിയാണ്. ദാറ്റ് മീൻസ് ആന്റണി വാൻ ലുവാൻഹുക്ക് ആണ് മൈക്രോസ്കോപ്സ് ഫസ്റ്റ് മൈക്രോസ്കോപ്പിലൂടെ ഓർഗാൻസിനെ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. സോ ആക്ച്വലി ആന്റണി വാൻ ലുവാൻഹുക്ക് എന്ന് പറയുന്ന ആള് ഒരു നോർമലി ഒരു മൈക്രോബയോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റോ ഒന്നുമല്ല. അദ്ദേഹം ഒരു ക്ലോത്ത് മർച്ചന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നോർമലി ഈ ഒരു മൈക്രോസ്കോപ്സ് അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ലെൻസസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വിൽക്കുന്ന ഡ്രസ്സിന്റെ അല്ലെങ്കിൽ വാങ്ങുന്ന ഡ്രസ്സിന്റെ ഒക്കെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറെ മാഗ്നിഫൈങ് ലെൻസസ് ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അദ്ദേഹം ആക്സിഡന്റലി ഡിസ്കവർ ചെയ്തിട്ടുള്ളതാണ് വെള്ളം ഒരു ലെൻസിൽ വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾക്ക് നോർമലി നമ്മളുടെ ഹ്യൂമൺ ആയി വെച്ച് കാണാൻ പറ്റാത്ത ഓർഗാനിസംസ് അദ്ദേഹത്തിന്റെ ലെൻസിലൂടെ വിസിബിൾ ആയി. അപ്പൊ നോർമലി അദ്ദേഹത്തിന്റെ ലെൻസിന് അറൌണ്ട് 50 to 300 ടൈംസ് മാഗ്നിഫൈ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോ അദ്ദേഹം അറൌണ്ട് ആക്ച്വലി 1673 ഈ ഒരു ഡിസ്കവറീസ് എല്ലാം നടത്തിയിട്ടുള്ളത്. ദെൻ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലേക്ക് ഇതിനെക്കുറിച്ച് അദ്ദേഹം എഴുതി ചെയ്തു. പക്ഷെ ആ സമയത്തൊന്നും ഇതാരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ആ ഒരു കണ്ടുപിടിച്ചിട്ടുള്ള അന്ന് മൈക്രോസ്കോപ്പിലൂടെ കണ്ടിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന കണ്ടീഷൻസിനെ പുള്ളി അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ലിറ്റിൽ ആനിമാലിക്യൂൾസ് എന്നായിരുന്നു. Then the earliest discovery of the pathogenic microorganism was probably made by Agostino Bassi, who showed that the muscardine disease of silkworm was caused by a fungus. അപ്പൊ നമുക്ക് ഡിസീസ് അസോസിയേഷൻ ഫസ്റ്റ് ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് അദ്ദേഹം പ്രോബബ്ലി ഇങ്ങനെയുള്ള ഓർഗാനിസംസ് ഡിസീസ് കോസ് ചെയ്യുന്നുണ്ടാവും എന്ന് കണ്ടുപിടിച്ചിട്ടുള്ള അഗാസ്റ്റിനോ ബസ്സിയാണ്. ആഫ്റ്റർ 200 years, ദാറ്റ് മീൻസ് 1835 ഇതുപോലുള്ള ഒരു കൺക്ലൂഷൻ വരുന്നത്. സിൽക്ക് വേംസിന്റെ മസ്കാഡൈൻ ഡിസീസ് എന്ന് പറയുന്നത് ഫംഗൽ ഏജൻസ് കൊണ്ടാണ് വരുന്നത്. ദെൻ 1846 Oliver Wendell Holmes in USA and Samuels in Vienna had independently concluded that puerperal sepsis was contagious. That means puerperal sepsis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ലേബർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ലേബറിന്റെ സമയത്തോ, ദാറ്റ് മീൻസ് ലേബർ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ 6 weeks ആഫ്റ്റർ ദ ലേബർ ആൻഡ് ദ ടൈം ഓഫ് ലേബർ, ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന പകരുന്ന ജനൈറ്റൽ ഇൻഫെക്ഷൻസ് ആണ് നോർമലി പ്യൂർപ്പറൽ സെപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർഗാനിസമായിട്ട് ഡിസീസിനുള്ള റിലേഷൻ എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഡിസ്കവറീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോർമലി പ്യൂർപ്പറൽ സെപ്സിസ് എന്ന് പറഞ്ഞാൽ കണ്ടേജിയസ് ഡിസീസ് ആണ്. കണ്ടേജിയസ് മീൻസ് ഒരാളുടെ ബോഡിയിൽ നിന്ന് മറ്റൊരാളുടേക്ക് ലേബർ ടൈമിലെല്ലാം പകരുന്ന ഡിസീസ് ആണ്. അപ്പോൾ ഈ ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ട്രാൻസ്മിഷൻ ബൈ ഡോക്ടേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റുഡന്റ് അറ്റൻഡിങ് ഓൺ വുമൺ in labor in the hospital and had prevented by the simple measure of washing of hands by antiseptic solution. So antiseptic solution വെച്ചിട്ട് ഹാൻഡ് വാഷ് ചെയ്ത സമയത്ത്
ഒരാളുടെ ബോഡിയിൽ നിന്ന് മറ്റൊരാളുടെ ബോഡിയിലേക്ക് ഈ ഒരു സെപ്സിസ് പകരുന്നത് ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ എന്തോ ഓർഗാനിസംസ് അല്ലെങ്കിൽ നമുക്ക് നോർമലി ഹ്യൂമൺ ഐ വെച്ച് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഏജൻസ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് നശിച്ചു പോകുന്നുണ്ട്. അവ മറ്റൊരാളിലേക്ക് പകരുന്നില്ല. അപ്പൊ ഈ പ്യൂർപ്പറൽ സെപ്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളുടെ ബോഡിയിലേക്ക് പകരുന്ന ഒരു ഡിസീസ് നമ്മൾ ഹാൻഡ് വാഷിങ്ങിലൂടെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഹാൻഡ് വാഷിംഗ് വഴി എന്തോ ഏജൻസ് ക്ലിയർ ആയി പോകുന്നുണ്ട്. അപ്പൊ അത് ഡിസീസ് കോറിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സ്റ്റഡീസ് ഒക്കെ നമ്മൾ ആദ്യം വന്നുകൊണ്ടിരുന്നത്. ദെൻ ലൂയിസ് പാസ്റ്റർ. സോ ഡെവലപ്മെന്റ് ഓഫ് മൈക്രോബയോളജി ആസ് എ സയന്റിഫിക് ഡിസിപ്ലിൻ ഡേറ്റ്സ് ഫ്രം ലൂയിസ് പാസ്റ്റർ. അതായത് മൈക്രോബയോളജി എന്നൊരു സബ്ജക്ട് നമ്മൾ ലോകത്ത് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയ ലൂയിസ് പാസ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിസ്കവറീസിലൂടെയാണ്. സോ ആക്ച്വലി ഹി ഹാസ് ട്രെയിൻഡ് ആസ് എ കെമിസ്റ്റ്. ഹി സ്റ്റഡീസ് ഓൺ ഫെർമെന്റേഷൻ ലീഡ് ടു ആൻ ഇൻട്രസ്റ്റ് ഇൻ മൈക്രോ ഓർഗാനിസംസ്. ആക്ച്വലി കെമിസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതലും അദ്ദേഹം നോക്കിയിരുന്നത് ഫെർമെന്റേഷനെ കുറിച്ചായിരുന്നു. സോ ഫെർമെന്റേഷനിൽ ആക്ച്വലി ഫെർമെന്റേഷൻ വാസ് എ റിസൾട്ട് ഓഫ് മൈക്രോബിയൽ ആക്ടിവിറ്റി ആൻഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫെർമെന്റേഷൻ വാസ് അസോസിയേറ്റഡ് വിത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്. ഇപ്പൊ നമ്മുടെ ഫെർമെന്റേഷനിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. So the basic principles and techniques of microbiology were evolved by Pasteur during the inquiry into origin of microorganisms. So microorganisms കുറിച്ച് അദ്ദേഹം പഠിക്കാൻ തുടങ്ങിയ സമയത്താണ് നമുക്ക് ഒരുപാട് ടെക്നിക്സ് മൈക്രോബയോളജിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ദ ടെക്നിക് ഓഫ് സ്റ്റെറിലൈസേഷൻ, ദെൻ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റീം സ്റ്റെറിലൈസർ, ഹോട്ട് എയർ ഓവൻ, ഓട്ടോക്ലേവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാസ്റ്ററിന്റെ ഡിസ്കവറീസ് ആണ്. ഹി ആൾസോ എസ്റ്റാബ്ലിഷ്ഡ് ദ ഡിഫറിംഗ് ഗ്രോത്ത് നീഡ്സ് ഓഫ് ബാക്ടീരിയ. സോ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ ഗ്രോ ചെയ്യിപ്പിക്കണമെങ്കിൽ അതിന് കുറെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തിട്ടുള്ള ആളാണ് ലൂയിസ് പാസ്റ്റർ. And also Pasteur who coined the term vaccines as a prophylactic preparation of cowpox employed by Jenner for protection against smallpox. So it was discovered by Jenner, but that vaccine എന്ന് പറഞ്ഞ term coin ചെയ്തിട്ടുള്ളത് ലൂയിസ് പാസ്റ്റർ ആണ്. And also he was known as the father of microbiology. So ലൂയിസ് പാസ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതലാണ് നമ്മൾ നോർമലി മൈക്രോബയോളജി എന്താണെന്നും കൂടുതലായിട്ട് മൈക്രോ ഓർഗാനിസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതും ആ ഓർഗാനിസത്തിന്റെ റിക്വയർമെന്റ്സ്, ദെൻ അതിന്റെ ഡിസീസ് അസോസിയേഷൻ, ദെൻ അദ്ദേഹമാണ് വാക്സിൻസ് പറഞ്ഞിട്ടുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മൈക്രോബയോളജി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ്, that is Joseph Lister. That means indirect evidence that microorganisms were agents of human disease came from work of the English surgeon Joseph Lister on the prevention of wound infections. Actually, the Joseph Lister is known as the father of antiseptic surgery. So Lister, impressed with the Pasteur's studies on the involvement of microorganisms in fermentation and putrefaction, developed a system of antiseptic surgery designed to prevent microorganisms from entering wounds. That means instruments were heat sterilized and phenol was used as a surgical dressing, at times sprayed over the surgical area. So the approach was remarkably successful and transformed surgery after Lister published his findings in 1867. It also proved strong indirect evidence for the role of microorganisms in disease because phenol, which killed the bacteria, also prevented wound infection. So നമ്മൾ നേരത്തെ പ്യൂർപ്പറൽ സെപ്സിസിന്റെ കണ്ടീഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഹാൻഡ് വാഷിങ്ങിലൂടെ ആ ഡിസീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓർഗാനിസവും ഡിസീസും ആയിട്ടുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ ഒരു ഡിസ്കവറിയുടെ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ടായിരുന്നു. സെയിം ടൈം ദാറ്റ് മീൻസ് ലൂയി പാസ്റ്ററുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട് ജോസഫ് ലിസ്റ്റർ ആന്റിസെപ്റ്റിക് സർജറി എന്നൊരു പുതിയൊരു സർജിക്കൽ ടെക്നിക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് മീൻസ് നമ്മൾ സർജറിക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഫീനോൾ അതേപോലെ ആന്റി ബാക്ടീരിയൽ സബ്സ്റ്റൻസ് വെച്ച് ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്ത സമയത്ത് സർജറിക്ക് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷൻ, അതായത് സർജിക്കൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നു. സോ അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നോർമലി അൺസ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഇക്വിപ്മെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സർജിക്കൽ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തിട്ട് സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് വൂണ്ട് കണ്ടാമിനേഷനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻഫെക്ഷൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് രോഗിക്ക്. അപ്പോൾ അത് ആന്റിസെപ്റ്റിക് സർജറി എന്നൊരു കണ്ടീഷൻ ഡിസൈൻ ചെയ്ത സമയത്ത് ഈ സർജറിക്ക് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അദ്ദേഹം ക്ലിയർ ആക്കി മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫീനോൾ വെച്ച് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം ഇൻഫെക്ഷൻസ് വളരെയധികം കുറഞ്ഞു. സോ ഹി ആൾസോ നോൺ ആസ് ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി. ഇത് ഡിസീസ് അസോസിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആന്റിസെപ്റ്റിക് സർജറി ഇമ്പോർട്ടന്റ് ആയിട്ട് മൈക്രോബയോളജിയിൽ വന്നിട്ടുള്ളത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കവറീസിൽ മേജർ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള ആളാണ് റോബർട്ട് കോച്ച്. സോ ദ ഫസ്റ്റ് ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ റോൾ ഓഫ് ബാക്ടീരിയ ഇൻ കോസിംഗ് ഡിസീസ് കെയിം ഫ്രം ദ സ്റ്റഡി ഓഫ് ആന്ത്രാക്സ് ബൈ ദ ജർമ്മൻ ഫിസിഷ്യൻ റോബർട്ട് കോച്ച്. സോ കോച്ചാണ് നമ്മൾക്ക് ഫസ്റ്റ് ഡിസീസ് അസോസിയേഷൻ, ദാറ്റ് മീൻസ് വിച്ച് ഡിസീസ് കോസസ് a particular pathogenic microorganism. That means the first discovery of the tubercle bacillus in 1882 കോച്ചിന്റെ ഡിസ്കവറീസ് ആണ്. സോ കോച്ചാണ് ഒരു ഡിസീസ് കോസ് ചെയ്യുന്നതിന്റെ പുറകിൽ
ഒരു ഓർഗാനിസം ഉണ്ടാവും, ആ പെർട്ടിക്കുലർ ഡിസീസിനെ ആ പെർട്ടിക്കുലർ കണ്ടീഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. സോ അദ്ദേഹത്തിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് തിയറീസ് ആണ് നമ്മൾ കോച്ച് പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സമ്മറൈസ് ചെയ്തിട്ടുള്ളത്. That means the bacterium should be constantly associated with the lesions of the disease. It should be possible to isolate the bacterium in pure culture from the lesions. Then inoculation of such pure cultures into suitable laboratory animals should be reproduce the lesions of the disease, and it should be possible to re-isolate the bacterium in pure culture from the lesions produced in the experimental animal. അതായത് ഫസ്റ്റ് നമ്മൾ ഡിസീസ് അസോസിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഡിസീസാണ് കോസ് ചെയ്യുന്നത് ആ ഡിസീസുമായിട്ട് ആ ബാക്ടീരിയം കോൺസ്റ്റന്റ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് ദ ബാക്ടീരിയം ഷുഡ് ബി കോൺസ്റ്റന്റ്ലി അസോസിയേറ്റഡ് വിത്ത് ലീഷൻസ് ഓഫ് ദ ഡിസീസ്. ആ പറയുന്ന ക്ലിനിക്കൽ കണ്ടീഷനിലുള്ള ആളെ ബോഡിയിൽ ആ ഒരു ഡിസീസ് കോൺസ്റ്റന്റ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു ഐസൊലേറ്റ് ദ ബാക്ടീരിയം ഇൻ പ്യൂർ കൾച്ചർ ഫ്രം ദ ലീഷൻസ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലിനിക്കൽ കണ്ടീഷൻ അയാളുടെ ബോഡിയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. അപ്പൊ നമുക്കറിയാലോ ഓരോ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചില സമയങ്ങളിൽ വൂണ്ട് ഇൻഫെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് പസ് കാണാൻ പറ്റും. സോ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഐസൊലേറ്റ് ചെയ്യാൻ മീൻസ് നമ്മൾ ആ പെർട്ടിക്കുലർ സൈറ്റിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് ഓർഗാൻസിനെ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ ഓർഗാൻസ് ആ ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാൻസ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഐസൊലേറ്റ് ചെയ്ത ഓർഗാൻസും ലബോറട്ടറി ആനിമൽസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സെയിം കണ്ടീഷൻസ് ലാബ് ആനിമൽസ് ഓർ വോളണ്ടിയർ ആനിമൽസിൽ നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ദെൻ ആൾസോ വൺ മോർ തിങ്, ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓർഗാനിസത്തിനും സെയിം മീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏജന്റിൽ നിന്നും അതല്ലെങ്കിൽ ആനിമലിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ലീഷൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും സെയിം ഓർഗാനിസം നമുക്ക് വീണ്ടും ഐസൊലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ കോച്ച് പോസ്റ്റുലേറ്റ് സിമ്പിൾ ആണ്. നമ്മൾ നോർമലി ഒരു ഡിസീസ് കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ ഡിസീസായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കണം. അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആ കണ്ടീഷൻസ് നമുക്ക് ആ ബാക്ടീരിയ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റണം. ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു എക്സ്പെരിമെന്റൽ ആനിമലിലേക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അവിടെയും കാണിക്കണം. ദെൻ അതേ ക്ലിനിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ നമ്മൾ വീണ്ടും അതിനെ റീ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റണം. Then he also introduced staining techniques and methods of obtaining bacteria in poor culture using solid medias. നമ്മൾ കൾച്ചേഴ്സ് മീഡിയാസും ബാക്കിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. Then he also discovered the bacillus tuberculosis in 1882 and cholera vibrio in 1883. Then the development of techniques for studying microbial pathogens. So during Koch studies on bacterial disease, it became necessary to isolate suspected bacterial pathogens. So നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡിസീസുമായിട്ട് ഒരു പെർട്ടിക്കുലർ പാത്തോജനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ പാത്തോജനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ലാബിൽ നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ അതിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റണം. So a first cultured bacteria on sterile surfaces of cut boiled potatoes. So നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൾച്ചർ മീഡിയാസ് മൈക്രോബയോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കൾച്ചർ മീഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസിനെ കൾച്ചർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ മീഡിയാസ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കോച്ച് യൂസ് ചെയ്തിട്ടുള്ള കൾച്ചർ മീഡിയ ആയിരുന്നു ബോയിൽഡ് പൊട്ടാറ്റോസ്. ആൻഡ് ആക്ച്വലി ഇറ്റ് വാസ് അൺസാറ്റിസ്ഫാക്ടറി ബിക്കോസ് ബാക്ടീരിയ കുഡ് നോട്ട് ആൾവേസ് ഗ്രോ വെൽ ഓൺ പൊട്ടാറ്റോസ്. സോ ദെൻ ഹി ട്രൈഡ് ടു solidify regular liquid media by adding gelatin. So നമ്മൾ കോമൺ ആയിട്ട് ലാബിൽ പല കൾച്ചർ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ദ കൾട്ടിവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീഡിയാസ് ഉണ്ട്. ന്യൂട്രൻ അഗാർ, ബ്ലഡ് അഗാർ, മെക്കോങ്കി അഗാർ, അങ്ങനെയുള്ള ഒരുപാട് മീഡിയാസ് നമ്മൾ യൂസ് ചെയ്യുന്നു. കൾച്ചർ മീഡിയാസിനെ കുറിച്ച് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വേറെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ മീഡിയാസിന്റെ ഒക്കെ ബേസിക് സോളിഡിഫൈങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അഗാർ എന്നുള്ള ഒരു കമ്പോണന്റ് ആണ്. സോ അഗാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മുന്നേ കോച്ച് ഫസ്റ്റ് ലിക്വിഫൈങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള solidifying agent ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കമ്പോണന്റ് ആണ് gelatin. So separate bacterial colonies developed after the surface had been streaked with a bacterial sample. The sample could also be mixed with liquefied gelatin medium. So gelatin introduce ചെയ്ത സമയത്ത് gelatin അതേപോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. Because gelatin can be digested by many bacteria and melted when temperature rises above 20 degree. So a better alternative was proposed by Fanny Elshiemes Hesse, a wife of Walter Hesse, one of the Koch assistant. She suggested the use of agar as a solidifying agent. She had been using successfully to make jellies for some time. So കോച്ചിന്റെ അസിസ്റ്റന്റിന്റെ വൈഫാണ് ആക്ച്വലി ഈ ഒരു അഗാർ നമുക്ക് സോളിഡിഫൈങ് മീഡിയ ആയിട്ട് കൾച്ചറിൽ യൂസ് ചെയ്യാന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. സോ ജെലാറ്റിൻ യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. ജെലാറ്റിൻ ചില ബാക്ടീരിയ ഡീഗ്രേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. സോ അത് മീഡിയം ലിക്വിഡ് ആയി പോകും. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഗാർ എന്ന് പറയുന്ന ഒരു പൗഡർ നമ്മുടെ മീഡിയാസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഇപ്പം നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോളിഡിഫൈങ് ഏജന്റ് ആണ് അഗാർ. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഡിസ്കവറി ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കൾച്ചർ മീഡിയാസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൾച്ചർ പ്ലേറ്റ്സ്. ആക്ച്വലി ഇറ്റ് നെയിം കംസ് ഫ്രം റിച്ചാർഡ് പെട്രി. ഡെവലപ്ഡ് ദ പെട്രി ഡിഷ്, എ കണ്ടെയ്നർ ഫോർ സോളിഡ് കൾച്ചർ മീഡിയ.
സോ ഈ കൾച്ചർ മീഡിയ അതേപോലെ പെട്രി ഡിഷ് ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മൾക്ക് ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്യാനും നമുക്ക് എക്സാക്ട് ഡിസീസ് അസോസിയേഷൻ നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഡിസീസ് അസോസിയേഷൻ മനസ്സിലാകാൻ നമ്മൾ പറഞ്ഞു, ഒരു ഡിസീസ് പറയുന്ന സമയത്ത് ആ ഡിസീസ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ നമുക്ക് ആ ഒരു ഡിസീസ് ഉള്ള ഒരാളുടെ ബോഡിയിൽ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കിട്ടാൻ പറ്റണം. സോ അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള കൾച്ചർ മീഡിയാസ് വേണം, അതേപോലെ തന്നെ കൾച്ചർ പ്ലേറ്റ്സ് വേണം. ആ മീഡിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൾച്ചർ പ്ലേറ്റ്സ് വേണം. കൾച്ചർ മീഡിയാസിനെ കുറിച്ചൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ നമ്മൾ നോർമലി സം വൈറൽ ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. So the beginning of the 20th century, many infectious diseases have been proved to be caused by bacteria. However, a large number of diseases such as smallpox, chickenpox, measles, influenza and some common cold ഇങ്ങനെയുള്ള ഡിസീസിനൊന്നും ഒരു ബാക്ടീരിയൽ പാത്തജന്റെ ബേസ് ഉണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് ബാക്ടീരിയൽ ഡിസീസ് അല്ലാതെ സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ്, മീസിൽസ്, ഇൻഫ്ലുവൻസ ഇതൊക്കെ എന്തുകൊണ്ടാണ് കോസ് ചെയ്യുന്നത് നമുക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സോ ഡ്യൂറിംഗ് ഹിസ് ഇൻവെസ്റ്റിഗേഷൻ rabies in dogs, Pasteur had suspected that disease could be caused by a microbe that are too small to be seen under the microscope. സോ നമ്മൾ നോർമലി മോർഫോളജിക്കൽ സൈസ് പറയുന്ന സമയത്ത് ബാക്ടീരിയനെക്കാട്ടും എത്രയോ സൈസസ് സ്മോളർ ആണ് വൈറസസ്. സോ അതിനെ നമുക്ക് മൈക്രോസ്കോപ്പിക്കലി കാണാൻ പറ്റില്ല. സോ അൾട്രാ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണ് വൈറസസ് എന്ന് പറയുന്നത്. സോ ദ എക്സിസ്റ്റൻസ് ഓഫ് സച്ച് അൾട്രാ മൈക്രോസ്കോപ്പിക് microbes proved when Ivanovsky reproduced mosaic disease in tobacco plant by applying healthy leaves. Juice from the diseased plant from all bacteria had been removed by passage through fine filters. അതായത് ഇവനോസ്കി എന്ന് പറയുന്ന ആളാണ് നോർമലി ദ എക്സിസ്റ്റൻസ് ഓഫ് വൈറസസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് ടൊബാക്കോ പ്ലാന്റ് വൈറസ്. സോ നമ്മൾ ഹെൽത്തി ലീവ്സിലേക്ക്, ടൊബാക്കോന്റെ ഹെൽത്തി ലീവ്സിലേക്ക് നമ്മൾ ഇൻഫെക്റ്റഡ് ബാക്ടീരിയൽ പാത്തോജൻസ് ഉള്ള ഒരു ജ്യൂസ് ഇഞ്ചെക്ട് ചെയ്ത സമയത്ത് ബാക്ടീരിയനൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്തെങ്കിലും ഡിസീസ് വീണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എന്തായിരിക്കും? നമ്മൾ ഫിൽട്ടറബിൾ ഓർഗാനിസംസ് ആണ് ആക്ച്വലി ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഫിൽറ്ററിലൂടെ നമ്മൾ അത്രയും മൈക്രോസ്കോപ്പിക് ഫിൽറ്ററിലൂടെ നമ്മൾ ഒരു സൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ ഫിൽറ്ററിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ബട്ട് വൈറസസിനെ നമുക്ക് അൾട്രാ മൈക്രോസ്കോപ്പിക് ആണ്, അതേപോലെ അത് നാനോമീറ്റർ സൈസിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ആ ഓർഗാനിസത്തിനെ നമുക്ക് ഒരിക്കലും ഫിൽട്രേഷനിലൂടെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അൾട്രാ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആയിട്ടുള്ള വൈറസ് ആണ് ചില ഡിസീസിൽ കോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ്, മീസിൽസ്, ഇൻഫ്ലുവൻസ, കോമൺ കോൾഡ് അങ്ങനെയുള്ള വൈറൽ ഡിസീസസ് ബാക്ടീരിയൽ ഡിസീസ് അല്ല, അതിനെക്കാട്ടും സ്മോളർ ആയിട്ടുള്ള ചില ഓർഗാനിസംസ് കൊണ്ടാണ് കോസ് ചെയ്യുന്നത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. Then also Beechering confirmed these findings and coined the term virus for such filterable infectious agents. So Beechering ആണ് viruses എന്ന് പറഞ്ഞൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. So the first human disease that was proved to have viral cause was yellow fever. So നമ്മുടെ സൗത്ത് അമേരിക്കൻ കൺട്രീസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വൈറൽ ഡിസീസ് ആണ് യെല്ലോ ഫീവർ. ആ ഒരു കണ്ടീഷനാണ് നമുക്ക് ഫസ്റ്റ് ഹ്യൂമൻ വൈറൽ ഡിസീസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് വന്നിട്ടുള്ളത്. Then the viruses, investigation of viruses and the disease caused by them was rendered difficult, and the viruses could not be visualized under the light microscope and that cannot be grown in culture media. അപ്പോൾ വൈറസസ് നമ്മൾ ബാക്ടീരിയനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടും സൈസ് കുറവാണ്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ നോർമൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ അതിന് നമ്മൾ നോർമൽ ആർട്ടിഫിഷ്യൽ ലബോറട്ടറി കൾച്ചർ മീഡിയയിൽ കോമൺലി നമ്മൾ ബാക്ടീരിയൽ കൾച്ചേഴ്സിന് യൂസ് ചെയ്യുന്ന മീഡിയയിലൊന്നും നമുക്കത് ഗ്രോ ചെയ്യാൻ പറ്റില്ല. സോ ദ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് വൈറസ് മോർഫോളജി വാസ് ഡൺ ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ബൈ റസ്ക. സോ വൈറസിനെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണുന്നുണ്ടെങ്കിൽ നോർമൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താൽ പോരാ, നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യണം. അതേപോലെ കൾട്ടിവേഷൻ, നമ്മൾ നോർമൽ ആർട്ടിഫിഷ്യൽ നമ്മുടെ ലബോറട്ടറി കൾച്ചർ മീഡിയാസിൽ ബാക്ടീരിയൽ കൾച്ചർ മീഡിയാസിൽ ഗ്രോ ചെയ്യില്ല. സോ ദ കൾട്ടിവേഷൻ ഓഫ് വൈറസ് വാസ് പോസിബിൾ ഓൺലി ഇൻ ആനിമൽസ് ഓർ ഹ്യൂമൻ വോളണ്ടിയേഴ്സ് ടിൽ ദ ടെക്നിക് ഓഫ് ഗ്രോയിങ് ദ മോൺചിക് എംബ്രിയോ. സോ അതിനെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഗ്രോ ചെയ്ത് പുറത്ത് ഹ്യൂമൻ ബോഡിയിൽ ഗ്രോ ചെയ്തിച്ചത് ലൈവ് ആയിട്ടുള്ള ചിക്കൻ എംബ്രിയോസിലാണ്. ആൻഡ് വാസ് ഡെവലപ്ഡ് ബൈ ഗുഡ് പാസ്റ്റർ ഇൻ 1930s. ദെൻ സെൽ കൾച്ചേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് വന്നു. അതിനുശേഷമാണ് നമ്മളുടെ വൈറസിനെയൊക്കെ സെൽ കൾച്ചറിൽ ലബോറട്ടറീസിൽ നമ്മൾക്ക് കൾച്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. So next is the discovery of vaccines. So vaccines are all actually the preparations of organism both in live or killed form. സോ നമ്മൾ ഒരുപാട് വാക്സിൻസിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ കോവിഡ് വാക്സിൻസ് അങ്ങനെയുള്ള പല വാക്സിൻസ് നമുക്കറിയാം. സോ വാക്സിൻസിന്റെ ഡിസ്കവറീസിന്റെ പിന്നിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡിസീസ് ആയിരുന്നു സ്മോൾ പോക്സ്. സോ സ്മോൾ പോക്സ് ആക്ച്വലി ഇനീഷ്യൽ ടൈമിൽ വന്ന സമയത്ത് ഓൾറെഡി സ്മോൾ പോക്സ് വന്ന ആൾക്കാർക്ക് പിന്നെ സ്മോൾ പോക്സ് വരാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് സ്മോൾ പോക്സ് വന്ന ആളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ ചില ലീഷൻസ് എടുത്തിട്ട് ഇൻഫെക്റ്റഡ് അല്ലാത്ത ആൾക്കാരുടെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു വാരിയേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്സ് എന്നാണ് ആക്ച്വലി വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
So during the studies on chicken cholera, Pasteur and Rox discovered that incubating their cultures for long intervals between transfers would attenuate the bacteria. Attenuation means reducing the pathogenicity or uh, removing the pathogenic capacity. So which men by had lost their ability to cause the disease. If the chickens were injected with those attenuated cultures, they remain healthy but developed the ability to resist the disease. So നമ്മളൊരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ അതിന്റെ പാത്തോജൻസിറ്റി ഓർ വിറുലൻസ് കുറച്ചിട്ട് അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു ഇൻഡിവിജ്വലിലേക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, പക്ഷെ അതിന് ഇമ്മ്യൂണിറ്റി ഇൻഡ്യൂസ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. അങ്ങനെയുള്ള ഏജൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാക്സിൻസ് പറയുന്നത്. സോ ഹി കാൾഡ് ദ അറ്റനുവേറ്റഡ് കൾച്ചർ എ വാക്സിൻ in the honor of Edward Jenner, because many years earlier Jenner had used vaccination material from cowpox lesions to protect the people against smallpox. അതായത് ജെന്നർ ആണ് ആക്ച്വലി ദ വാക്സിനേഷൻ എന്ന് പറഞ്ഞൊരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ നമ്മൾ കൗപോക്സ് എന്ന ഡിസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് സ്മോൾ പോക്സ് വരില്ല എന്നുള്ള ഒരു കണ്ടീഷൻ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ജെന്നർ ആണ്. സോ അതുകൊണ്ട് കൗ, ദാറ്റ് മീൻസ് ലാറ്റിൻ വേർഡ് ഫോർ കൗ, ദാറ്റ് ഈസ് വാക്സ. അങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു ലൂയിസ് പാസ്റ്റർ വാക്സിൻ എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. Then shortly after this, Pasteur and Chamberlain developed an attenuated anthrax vaccine in two ways: by treating cultures with potassium bicarbonate or by incubating the bacteria at 40 to 43 degrees Celsius. That means നമുക്ക് അതിന്റെ ഒരു വാക്സിൻ എന്ന് പറഞ്ഞ പ്രിപ്പറേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല മെത്തേഡ്സ് വെച്ച് ട്രീറ്റ് ചെയ്യാം ഓർഗാനിസത്തിനെ. അതായത് നമുക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ മെത്തേഡ് വെച്ച് ട്രീറ്റ് ചെയ്യാം, ഓർ അതിന്റെ വിറുലൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നോർമൽ ടെമ്പറേച്ചർ അല്ലാതെ വേറെ നമ്മൾ അതിന് സസ്റ്റൈനബിൾ അല്ലാത്ത ടെമ്പറേച്ചറിൽ അതിനെ ഗ്രോ ചെയ്യിപ്പിക്കാം. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കണ്ടീഷൻസിൽ അത് ഗ്രോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിസീസ് കോസ് ചെയ്യാനുള്ള എബിലിറ്റി കുറയും, ഓർ ട്രീറ്റ്മെന്റ് വിത്ത് കെമിക്കൽസ്. സോ അങ്ങനെയുള്ള രണ്ട് പ്രിപ്പറേഷൻസിലും നമുക്ക് വാക്സിൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വാക്സിൻസിനെ കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മുടെ മൈക്രോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡിസ്കവറിയാണ് ഡിസ്കവറി ഓഫ് ആന്റിബയോട്ടിക്സ്. സോ അലക്സാണ്ടർ ഫ്ലെമിംഗ് മെയ്ഡ് ദ ആക്സിഡന്റൽ ഡിസ്കവറി ദാറ്റ് ഫംഗസ് പെനിസിലിയം പ്രൊഡ്യൂസസ് എ സബ്സ്റ്റൻസ് പെനിസിലിൻ ദാറ്റ് ഡിസ്ട്രോയ്ഡ് സ്റ്റെഫലോക്കോക്കി. സോ ആക്ച്വലി ആക്സിഡന്റൽ ഡിസ്കവറിയാണ്. നോർമലി ആന്റിബയോട്ടിക്സ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളതല്ല. സോ ഒരു ഫംഗൽ കൾച്ചറിന്റെ സൈഡിൽ സ്റ്റെഫലോക്കോക്കി എന്ന് പറഞ്ഞ ബാക്ടീരിയൽ കൾച്ചറിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ആവുന്നത് കണ്ട സമയത്ത് ആ ഫംഗൽ ഏജൻസിന് എന്തോ ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് പെനിസിലിൻ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. സോ അതിനെ ഐസൊലേറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഒരുപാട് നമ്മൾ ആന്റിബയോട്ടിക്സ് വീണ്ടും കണ്ടുപിടിച്ചു. പല ആക്ഷൻസ് ഉള്ള ഡിഫറെന്റ് ആക്ഷൻസ് ആൻഡ് ഉള്ള ആന്റിബയോട്ടിക്സ് നമ്മൾ വീണ്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആന്റിബയോട്ടിക്സിന്റെ ഡിസ്കവറിയോട് കൂടിയാണ് നമുക്ക് പല ഇൻഫെക്ഷൻസും ട്രീറ്റ് ചെയ്യാൻ പറ്റിയത്. ബട്ട് നൗ ഡേയ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസ് നമ്മളൊരു മേജർ പ്രശ്നമാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ആന്റിബയോട്ടിക് മിസ്യൂസ് കൊണ്ടാവാം, ഓർഗാനിസം ചിലപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെക്കാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാവാം. അപ്പൊ അങ്ങനെ പല പല റീസൺസ് ഉണ്ട് റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ബട്ട് എന്നാലും ന്യൂറോ ആന്റിബയോട്ടിക്സ് ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ആന്റിബയോട്ടിക്സിനെ കുറിച്ച് നമ്മൾ വീണ്ടും വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി എന്ന ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഓർ ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാനതിന് തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.